അതേപോലെ പുറമേക്ക് കാണാൻ കഴിയുന്ന കണ്ണുകൾക്കോ കാതുകൾക്കോ കൈകാലുകൾക്കോ ഏതെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാ വിദഗ്ധരായ ഡോക്ടർമാര് നിർദ്ദേശങ്ങൾ നൽകുമ്പോ അതാ കഴിവില്ലാത്ത മനുഷ്യൻ കണ്ണുതള്ളി പോവുകയാണ്. കാരണം ഈ ചികിത്സയിലിട്ട് എന്റെ ശരീരത്തിനൊരു ശിഫ കിട്ടണമെങ്കിൽ ലക്ഷങ്ങളാണല്ലോ പറയുന്നത്, കോടികളാണല്ലോ എത്തിപ്പെടേണ്ടത്. എന്താണ് ഞാൻ ചെയ്യുക റബ്ബേ എന്ന് അന്തം വിടുന്ന എത്രയോ ആളുകളെ കണ്ടിട്ടില്ലേ? മനുഷ്യന്റെ ശരീരത്തിന്റെ വില കൽപ്പിക്കാൻ, ആ നിഅമത്തൊന്ന് കണക്കാക്കാൻ ഒരാളെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയില്ല കേട്ടോ, എണ്ണാൻ കഴിയില്ല, ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും അവന്റെ ഗ്രന്ഥത്തിലൂടെ പച്ച പരമാർത്ഥം എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തിയ സംഗതികളാണിതൊക്കെ. ഇതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? കണക്കല്ലാത്ത നിഅമത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന ബോധമാണ് ഒരു മനുഷ്യൻ ആദ്യമായിട്ടുണ്ടാകേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ടു എന്ന ബോധമില്ലാത്തവൻ എങ്ങനെ ശുക്ർ ചെയ്യും? അതുകൊണ്ട് നാം അറിയണം, നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഒരു നിഅമത്താണ് അല്ലാഹു നമുക്ക് ഈ നാവ് നൽകിയത്. ഈ സംസാരിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് ഒരു ജന്തുക്കളിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അന്നുതുഖു ബഅദു ഖസായിസിൽ ഇൻസാനി വബിഹി യുതർജമു മുഹ്തവൽ വിജ്ദാനി. ഓ മനുഷ്യരെ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്, മനുഷ്യന് അല്ലാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ള പ്രത്യേകമായ ചില അനുഗ്രഹങ്ങളിലും നിഅമത്തുകളിലും പെട്ടതാണ് തന്റെ മനസ്സിലുള്ള ആശയത്തെ കൃത്യമായി പുറമേക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി നാവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വജാലമായി സംസാരിക്കാൻ കഴിയുന്നു. ഹുവ ആയത്തുൻ ലില്ലാഹി മിൻ ആയാതിഹി മാ അക്സറൽ ആയാതി ഫിൽ ഇൻസാനി. മനുഷ്യ, നാം പഠിച്ചു വെക്കേണ്ടതുണ്ട്, ഹുവ, ആ സംസാരശേഷി എന്ന് പറയുന്നത് ആയത്തുൻ ലില്ലാഹ്, അല്ലാഹു ഉണ്ട് എന്നുള്ളതിന്റെ, അവന്റെ അപാരമായ അനുഗ്രഹങ്ങളുണ്ട് എന്നുള്ളതിന്റെ, അവന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്! മാ അക്സറൽ ആയാതി ഫിൽ ഇൻസാനി. മനുഷ്യ, ചിന്തിച്ചുകൂടെ, നിന്റെ ശരീരത്തിൽ തന്നെ എത്ര ലക്ഷക്കണക്കിന് നിഅമത്തുകളാണ്, എത്രയെത്ര അത്ഭുതങ്ങളുടെ കേദാരമാണ് നിന്റെ ശരീരം. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ അറിയണം ആദ്യമായി, ഹുവ നിഅമത്തുൻ കുബ്റാ ലിമൻ ഖദ് സാനഹു ഹിഫ്ളുൽ ലിസാനി സലാമത്തുൽ ഇൻസാനി. അത് ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. അതിനെ കാത്തു സൂക്ഷിക്കുന്നവന്, അതിനെ സംരക്ഷിക്കുന്നവൻ അതൊരു വല്ലാത്ത നിഅമത്ത് തന്നെയാണ്. മനുഷ്യൻ അവന്റെ നാവിനെ സൂക്ഷിക്കുന്നതിലൂടെയാണ് അവന്റെ സർവ്വരക്ഷയും കുടിക്കൊള്ളുന്നത്. അതാണ് ഹിഫ്ളുൽ ലിസാനി സലാമത്തുൽ ഇൻസാനി. അതാ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ? നാക്കിട്ടടിച്ച് വെറുതെ ആവശ്യമില്ലാതെ വളബള എന്ന് വർത്തമാനം പറയുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഈ നാവിനെ ദുരുപയോഗപ്പെടുത്തുന്ന മനുഷ്യൻ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു ഖദ് ജഅലൽ ലിസാന മുഖയ്യദാ ഖൽഫശ് ശഫാഹി വ മുഹ്കമിൽ അസ്നാനി. മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, അല്ലാഹു അവന്റെ നാവിന് ചെയ്തു കൊടുത്ത പ്രൊട്ടക്ഷൻ എത്രയാണ്! അല്ലാഹു ഖദ് ജഅലൽ ലിസാന, നാവിനെ അതാ അല്ലാഹു മുഖയ്യദാ, ചില പ്രത്യേകമായ നിലക്കുള്ള സംരക്ഷണത്തിലൂടെ അതിനെ ഒതുക്കി കിടത്തിയിരിക്കുന്നു. ഖൽഫശ് ശഫാഹി വ മുഹ്കമിൽ അസ്നാനി. രണ്ട് ചുണ്ടുകൾ എന്ന ഒരു മറയുണ്ട്, അതിന്റെയും അകത്ത് പല്ലുകൾ കൊണ്ടും മറച്ചിട്ട് അതിന്റെയും അകത്തല്ലേ നാവിനെ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ എടുത്ത് അനവസരത്തിൽ ഉപയോഗപ്പെടുത്താതിരിക്കാനാണ്. ലിനസൂനഹു അൻ കുല്ലി ശർരിൻ ഔ അദാ വനലൂസ ബിസ്സംതിൽ അളീമിശാനി.
സർവ്വ തിന്മകളിൽ നിന്നും തോന്നിയാസങ്ങളിൽ നിന്നും വേണ്ടാവൃത്തികളിൽ നിന്നും ആ നാവിനെ അടക്കി നിർത്താൻ വേണ്ടി സൃഷ്ടിപ്പിൽ തന്നെ റബ്ബുൽ ആലമീൻ അതാ വലിയ സംവിധാനമാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പൊ ഈ അനുഗ്രഹം എന്റെ നാഥനിൽ നിന്നാണ് കിട്ടിയത് എന്ന് കൃത്യമായി ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിഅമത്തിനവൻ ശുക്ർ ചെയ്യണം. ഈ വലിയ അനുഗ്രഹത്തിന്റെ ഉടമയാണ് ഞാനെന്നറിഞ്ഞാൽ നാവ് എന്ന് പറയുന്ന മഹാ അനുഗ്രഹം ലഭിക്കപ്പെട്ട സർവ്വ മനുഷ്യന്മാരും ശുക്ർ ചെയ്യേണ്ട രൂപം എങ്ങനെയാണ്? ഇതെന്റെ റബ്ബ് തന്നതാണ്, എന്റെ റബ്ബിനല്ലാതെ ഇത് നൽകാനാവില്ല, ഇതിന് വല്ലതും സംഭവിച്ചു പോയാൽ എന്റെ നാഥനല്ലാതെ അതിനെ സുഖപ്പെടുത്തുന്നവനില്ല എന്ന ബോധം. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? ഈ നിഅമത്ത് എനിക്ക് എന്റെ നാഥൻ അനുഗ്രഹിച്ച് തന്നത് ഞാനത് അനവസരത്തിൽ ഉപയോഗപ്പെടുത്തി ഞാൻ നരകം വാങ്ങാനല്ല, ഞാൻ സ്വർഗത്തിലെത്താൻ എനിക്കൊരു മാധ്യമമായി മരണം എന്റെ നാവ്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? അല്ലാ, നിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഈ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അല്ലാഹുവിന് അനിഷ്ടകരമായ സർവ്വമേഖലയിൽ നിന്നും ഈ നാക്കിനെ അങ്ങ് കൺട്രോൾ ചെയ്ത് കടിഞ്ഞാനിട്ട് പിടിച്ചു നിർത്തലാണ് ശരിയായ നിലക്കുള്ള നന്ദി പ്രകടനം. അതാണ് റബ്ബിനോടുള്ള ഏറ്റവും വലിയ ശുക്റാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാനെ കുറിച്ച് നിങ്ങൾക്ക് ഈമാനുണ്ടോ? അല്ലാ, നിന്റെ ശിക്ഷ വളരെ കഠിന കഠോരമാണ്, നീ തന്ന നിഅമത്താണ്, നീ തന്ന അമാനത്താണ് എന്റെ നാവ്, അത് നീ എനിക്ക് അനുഗ്രഹിച്ചു തന്ന അമാനത്താണ്. സർവ്വ അമാനത്തും ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിലെത്തുമ്പോ മറുപടി പറഞ്ഞ് കണക്കെഴുതി കൊടുക്കേണ്ട അമാനത്തുകളാണ്. അത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറാ, അവൻ നല്ലത് മാത്രം പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മൗനം പാലിക്കട്ടെ. നാവെന്ന അനുഗ്രഹം ലഭിക്കപ്പെട്ട ഓരോ സ്ത്രീയും പുരുഷനും ചിന്തിക്കേണ്ട വാചകമാണ്. എന്തെങ്കിലും സംസാരിക്കാനല്ല അല്ലാഹു നാവ് തന്നത്, അല്ലാഹു നാവ് തന്നത് അതുകൊണ്ട് ഖൈറ് പറയാനാണ്. അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ? പരലോക ബോധമുണ്ടോ? ഖബറിൽ ചെന്ന് കിടക്കണം എന്ന പേടിയുണ്ടോ? അല്ലാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് അതാ എന്റെ എല്ലാ പ്രവൃത്തികളും അവിടെ അങ്ങ് വവജദൂ മാ അമിലൂ ഹാദിറാ, അവർ ചെയ്ത സർവ്വ അമലുകളും അതാ അവരുടെ മുമ്പിൽ ഹാജറായി കാണുന്നു. ആ പേടിയുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ അല്ലാഹു പറയുകയാണ്, നീ നിന്റെ നാവ് കൊണ്ട് ഖൈർ മാത്രമേ പറയാവൂ, അതല്ലെങ്കിൽ നീ മിണ്ടാതിരുന്നോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. കാരണം എന്താണ്? പറയുന്നത് മുഴുവൻ രേഖപ്പെടുത്തുകയാണ്. ഇതാ നമ്മുടെ മുമ്പിലുള്ള ഈ ക്യാമറയിലൂടെ, അതല്ലെങ്കിൽ ഇതാ ഇവിടെയുള്ള ഓഡിയോ റെക്കോർഡറിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഇത് ഏതാനും മണിക്കൂറുകൾ നേരത്തെ ഒരു റെക്കോർഡിംഗ് ആണ്, ഏതാനും സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അതേ അവസരത്തിൽ സഹോദരാ, സഹോദരി, ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വീണ നിമിഷം മുതൽ അതാ പ്രായപൂർത്തിയായ ഘട്ടമെത്തിയിട്ട് അവിടം മുതൽക്ക് നാം പറഞ്ഞിട്ടുള്ള ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും അത് റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവയെല്ലാം കൃത്യമായി ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഅ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹസ്സിറുകും അല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പവിത്രമായ മാസത്തിൽ ഏറ്റവും കൺട്രോൾ ചെയ്യേണ്ട അവയവം കൂടിയല്ലേ നമ്മുടെ നാവ്. നീ സംസാരിച്ചതും നീ പറഞ്ഞതും നീ ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ, അവൻ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അതാ അവിടെ ഹാദിറായി കൊണ്ട് റെക്കോർഡിൽ അവിടെ കാണുകയായി. വമാ അമിലത് മിൻ സൂഅ, ഓരോ ആത്മാവും ചെയ്തിട്ടുള്ള ചീത്തയും അവിടെയുണ്ട്, നന്മയും അവിടെയുണ്ട്. ആ ഘട്ടത്തിലതാ തെമ്മാടിത്തം പ്രവർത്തിച്ചുകൊണ്ട് നാവിനെ കൺട്രോൾ ചെയ്യാതെ, കണ്ണുകളെ കൺട്രോൾ ചെയ്യാതെ,
കാതുകളെ ഹറാമില്ലെന്ന് മാറ്റിവെക്കാതെ, അവയവങ്ങളെയൊന്നും ഹറാമില്ലെന്ന് മാറ്റിവെക്കാതെ ജീവിച്ച തെമ്മാടിയായ മനുഷ്യനില്ലേ, അവൻ ആഖിറത്തിലെത്തുമ്പോ ഇതങ്ങ് കൺമുമ്പിൽ കാണുമ്പോ അവൻ ആഗ്രഹിക്കുകയാണ്, ഈ തെറ്റുകളും ഞാനും തമ്മിൽ എത്രയോ ദൂരത്തായി പോയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്നവര് പരലോകം വരുന്നതിന്റെ മുമ്പ് അള്ളാഹു നമുക്ക് അറിവ് തരികയാണ്. നീ സംസാരിക്കുന്നത് എന്തുണ്ടെങ്കിലും ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരക്ഷരവും ഒരു മനുഷ്യനും ഉരിയാടുന്നില്ല, ഒരു വാക്കും ഒരാളും ഉച്ചരിക്കുന്നില്ല അവന്റെ അടുക്കൽ റഖീബ് അതീദ് ഉണ്ടായിട്ടല്ലാതെ. കൃത്യമായ നിലക്കത് രേഖപ്പെടുത്തപ്പെടുകയാണ്. ഏത് കാര്യം പറയുമ്പോഴും അതവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഖൈറാണെങ്കിൽ ഖൈറ്, ഷർറാണെങ്കിൽ ഷർറ്. ഈ ഒരു ധാരണയും ഈ ഒരു ബോധവും മനുഷ്യന്റെ മനസ്സിൽ എന്ന് നിലനിൽക്കുന്നുവോ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വചനവും നിലനിൽക്കുമ്പോ ആഖിറത്തെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവൻ തന്റെ നാവ് കൊണ്ട് ഖൈറ് പറയട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ, അതാണ് അവന് നല്ലത്. എത്രയോ അനുഗ്രഹങ്ങളല്ലേ നമുക്ക് പറയാനുള്ളത്, എത്രയോ കാര്യങ്ങളല്ലേ ഈ നാവ് കൊണ്ട് പറയാനുള്ളത്. ഖൈറായ കലാമല്ലേ ഏറ്റവും ഖൈറല്ലേ, ഖൈറുൽ കലാമി കലാമുല്ലാഹ്. വർത്തമാനങ്ങളിലെത്തി ഏറ്റവും മുന്തിയ വർത്തമാനം അല്ലാഹുവിന്റെ കലാമ് തന്നെ. ഈ നാവ് അത് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മ നാവിനെ സംബന്ധിച്ച് പറയുമ്പോ ഈ നാവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന വലിയ നിഅമത്ത് അല്ലാഹു അതാ അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ. അതിന്റെ ഓരോ അക്ഷരങ്ങളും പാരായണം ചെയ്യുമ്പോ അതിന് ഹസനത്തുണ്ട്, നന്മയുണ്ട്. ഓരോ ഹസനത്തും 10 പ്രതിഫലമാണ്, 10 ഇരട്ടിയായിട്ടാണ് നൽകപ്പെടുന്നത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പറഞ്ഞിട്ടുള്ള വലിയ ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. അതിന്റെ പാരായണമാണ് നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്ത്. ആ പാരായണത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധ, അതുപോലെ തന്നെ നിത്യജീവിതത്തിലെ ദിക്റുകൾ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവര് ഖൈറ് പറയട്ടെ എന്നല്ലേ പറഞ്ഞത്. ഖൈറായതിൽ ഏറ്റവും മുന്തിയ ഖൈറായ കലാമാണ് അള്ളാഹുവിന്റെ കലാമ്. എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കൽ മാത്രമല്ല, മനുഷ്യന്റെ ആ പ്രത്യേകമായ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യനതാ 5 നേരത്തെ നിസ്കാരങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ റുകൂഉകളുണ്ട്, സുജൂദുകളുണ്ട്, അതുപോലെ തന്നെ തശഹ്ഹുദുകളുണ്ട്, നമ്മുടെ ഇരുത്തങ്ങളുണ്ട്. ആ ഓരോ ഘട്ടങ്ങളിലൂടെയായി നമ്മുടെ നാവ് കൊണ്ട് ഖൈറ് പറയാൻ അല്ലാഹു ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് നമസ്കാരത്തിന്റെ അകത്ത് തന്നെ നൽകിയിട്ടുള്ളത്. ഇനി നമസ്കാരമല്ലാത്ത ഒരുപാട് ഘട്ടങ്ങളില്ലേ? എപ്പോഴും മനുഷ്യൻ പള്ളിയിൽ തന്നെയാണോ? എപ്പോഴും മനുഷ്യൻ പണിശാലയിലാണോ? എപ്പോഴും മനുഷ്യൻ വീട്ടിലാണോ? എപ്പോഴും മനുഷ്യൻ മാർക്കറ്റിലാണോ? അല്ല, വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കനുസരിച്ച് അവന് പള്ളിയിൽ പോകേണ്ടതുണ്ട്, മാർക്കറ്റിൽ വരേണ്ടതുണ്ട്, വീട്ടിൽ കഴിയേണ്ടതുണ്ട്, പണിശാലയിൽ എത്തിപ്പെടേണ്ടതുണ്ട്, വാഹനത്തിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു 100 കൂട്ടം മേഖലകൾ അവന്റെ ജീവിതത്തിൽ സ്വകാര്യമായ നിമിഷങ്ങളുണ്ട്, പരസ്യമായ സന്ദർഭങ്ങളുണ്ട്. സർവ്വ സന്ദർഭങ്ങളിലും അതാ ഖൈറ് മാത്രം പറയാൻ എനിക്കും നിങ്ങൾക്കും മുമ്പിലതാ അല്ലാഹു അവന്റെ ദൂതനിലൂടെ സിക്റുകളുടെ, ദുആകളുടെ, സലാത്തുകളുടെ, തസ്ബീഹുകളുടെ, തഹ്ലീലുകളുടെ, തക്ബീറുകളുടെ, തഹ്മീദുകളുടെ വലിയ ഒരു കവാടം തന്നെ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഉപയോഗപ്പെടുത്താൻ ആളുണ്ടോ? അത് ഉച്ചരിച്ചുകൊണ്ട് ഭാഗ്യം നേടാൻ മഹാന്മാരുണ്ടോ എന്നല്ലേ ഇന്നത്തെ ചിന്താ വിഷയം. നമ്മൾ ആലോചിച്ചു നോക്കൂ.